ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മൾട്ടി പർപ്പസ് ഫയർ അലാം സിസ്റ്റമാണ്. നമ്മുടെ സൊസൈറ്റി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഹസാർഡാണ് ഫയർ റിലേറ്റഡ് എക്സ്പ്ലോഷൻസ്. പലപ്പോഴും നമ്മുടെ ഒരു ബിൽഡിങ്ങിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഫയർ സർവീസിനെ അറിയിക്കുന്നതും അവരെത്തിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിലുണ്ടാകുന്ന ടൈം ഡിലേ ആണ് കോടിക്കണക്കിന് നഷ്ടങ്ങളും അതുപോലെ തന്നെ ആളപായവും ഈ ഫയർ റിലേറ്റഡ് എക്സ്പ്ലോഷൻസ് കാരണം ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മളുടെ ബിൽഡിങ്ങിൽ തന്നെ എന്തുകൊണ്ട് നമുക്കൊരു ഫയർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഇംപ്ലാന്റ് ചെയ്തുകൂടാ എന്നൊരു ചിന്ത ഞങ്ങളുണ്ടായത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഐഡിയയിലേക്ക് വരുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഫയർ സെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഞങ്ങളിവിടെ തേർമൽ സ്വിച്ചാണ് യൂസ് ചെയ്തത്. അതൊരു ബയോമെറ്റാലിക് സ്ട്രിപ്പാണ് വിച്ച് എക്സ്പാൻഡ്സ് ഓൺ ഹീറ്റിംഗ്. ഈ തേർമൽ സ്വിച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്താൽ ഒരു അലാം അടിക്കും. ബാക്കിയുള്ളവരെ ഇത് തീ പിടിച്ചത് എന്നുള്ള മുന്നറിയിപ്പ് ഇവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അലാം. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മെയിൻ പവർ സപ്ലൈ കട്ട് ഓഫ് ചെയ്യും. അത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ അത് രക്ഷാപ്രവർത്തനത്തിനൊരു ഹിൻഡ്രൻസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എമർജൻസി ലൈറ്റ്സ് ഓൺ ചെയ്യും. പിന്നെ പലപ്പോഴും ഇതിൻ്റെ ഈ ബിൽഡിങ്ങിലുള്ള ആൾക്കാർക്ക് മെയിൻ എൻട്രൻസിൽ തീപിടുത്തം ഉണ്ടായാൽ രക്ഷപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു എമർജൻസി എക്സിറ്റ് വെച്ചിട്ടുണ്ട്. അത് ഒരു ഇലക്ട്രോ മാഗ്നറ്റോടാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു വാട്ടർ ടാങ്ക് വഴി വാട്ടർ സ്പ്രിംഗ്ലർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് ബിൽഡിങ്ങിൻ്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വാട്ടർ ഹോസ് പൈപ്പ്സ് വഴി വെള്ളം എത്തിക്കുകയാണ്. അപ്പോൾ അടുത്ത ഈ എമർജൻസി എക്സിറ്റ്സ് ഓണായ അടുത്ത സ്റ്റെപ്പായിട്ട് വെള്ളം നമ്മുടെ ബിൽഡിങ്ങിൽ ഫുള്ള് സ്പ്രേ ചെയ്യും. അതിനുശേഷം കാർബൺ പ്ലാന്റ് വഴി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് പോലുള്ള ഗ്യാസസ് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് സ്പ്രേ ചെയ്യുന്നു. ഇത് കാരണം അവിടെ വെച്ചിരിക്കുന്ന വണ്ടികളിലെ ഫ്യൂവൽസ് കൊണ്ടുണ്ടാവുന്ന തീപിടുത്തം നമുക്ക് ഒഴിവാക്കാം. ഇതേ സമയത്ത് തന്നെ ഫയർ സ്റ്റേഷനിലേക്ക് ഒരു കോളും നമ്മൾ പോക്കുന്നുണ്ട്. ആ കോള് പോകുന്നത് വഴി കൂടുതൽ ഫയർ റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മളുടെ ബിൽഡിംഗ് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആളപായവും അതുപോലെ തന്നെ കോടികളുടെ നഷ്ടവും കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണല്ലോ ഊർജ്ജ പ്രതിസന്ധി എന്ന് പറയുന്നത്. ആ ഊർജ്ജ പ്രതിസന്ധി നമ്മളിപ്പോൾ അതിൻ്റെ കരയിലാണ് നമ്മളുള്ളത് ഊർജ്ജ പ്രതിസന്ധിൻ്റെ. അപ്പോൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് കൊണ്ടുവന്നത്. ആദ്യത്തെ ഞങ്ങൾ മോഡൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മിൽ എന്നാണ്. ഈ വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മിൽ എന്ന് പറയുന്നത് സാധാ കാറ്റാടിൻ്റെ ഒരു മോഡിഫൈ ഫോമാണ് വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മിൽ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ സാധാരണ കാറ്റാടിയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ ഷേപ്പൊക്കെ വ്യത്യസ്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മിൽ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഇതിൻ്റെ ഷേപ്പ് കൊണ്ടാണ്. അതുമാത്രമല്ല, നോർമലായിട്ടുള്ള കാറ്റാടിപ്പാടത്തിൻ്റെ പറയുകയാണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ആകുമ്പോൾ തന്നെ ഹൊറിസോണ്ടലായി ഷേപ്പ് കൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. ഹൊറിസോണ്ടലിന് വരുന്ന പറയുകയാണെന്ന് വെച്ചാൽ ഒരു നോർമൽ RPM മാത്രം ഫിക്സ് ചെയ്തതാണ്. ആ നോർമൽ RPM മാത്രം ഫിക്സ് ചെയ്തുകൊണ്ട് എത്ര വിൻഡ് വന്നാലും അതിനനുസരിച്ച് സെൻസ് ചെയ്യാണ്ട് എത്ര RPM ആണോ അതിൻ്റെ ഇതിൽ മാത്രം വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടത്ര എനർജി എത്ര കാറ്റ് കിട്ടിയിട്ട് കാര്യമില്ല, ആ RPM മാത്രമേ വർക്ക് ചെയ്യൂ. എന്നാൽ അതേ അവസരത്തിൽ എത്ര വിൻഡ് വരുന്നോ അതിനെ സെൻസ് ചെയ്തുകൊണ്ട് അത്രയും സ്പീഡിൽ വർക്ക് ചെയ്തുകൊണ്ട് അത്രയും എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അത് മാത്രമല്ല, ഇതിന് ഇത്രയും ഹൈലി സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വിൻഡ് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു കൺട്രോൾ ബ്ലേഡ് ഉണ്ട്. പുറത്ത് കാണുന്ന ആ കൺട്രോൾ ബ്ലേഡ് നോർമലായിട്ട് അത് അകത്താണ് ഉണ്ടാവുക. അപ്പോൾ വിൻഡ് ഏറ്റവും കൂടുതലാണെന്ന് മനസ്സിലാവുന്ന സമയത്ത് ആ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ബാക്കി ബ്ലേഡ്സ് ഒക്കെ 0 ഡിഗ്രിയിൽ അലൈൻ ചെയ്യും. അപ്പോൾ അതിനത് തകരാറ് വരുന്നതിന് രക്ഷിക്കാൻ പറ്റും. മാത്രമല്ല, നമ്മൾ നോർമലായിട്ട് ഒരു കാറ്റാടിപ്പാടം നോക്കുന്ന സമയത്ത് അത് കുറച്ച് കാറ്റാടി മാത്രമേ ഒരു കാറ്റാടിപ്പാടത്തുണ്ടാവും. മാത്രമല്ല, ഒരു കാറ്റാടിയിൽ നിന്ന് മറ്റൊരു കാറ്റാടിയിലേക്ക് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഏരിയയിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വേസ്റ്റായി അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടപ്പെടുത്താൻ ഏരിയയില്ല. മാക്സിമം എനർജി നമുക്ക് കിട്ടിയേ തീരൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൻ്റെ ബേസിലാണ് ഇത് കൊണ്ടുവന്നത്. സാധാരണ ഒരു കാറ്റാടീൻ്റെ പകരമായിട്ട് 3 or 4 വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് മില്ല് വെച്ചാൽ അത് ആ ഏരിയ നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റും, നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഇപ്പോൾ സാധാരണ കാറ്റാടി സംബന്ധിച്ചിടത്തോളം 60 to 65% മാത്രമേ അതിൻ്റെ എഫിഷ്യൻസി ഉള്ളൂ. പിന്നെ ഇങ്ങനെയൊരു സംഭവം വെച്ചാൽ 90 to 95% അതിന് എഫിഷ്യൻസി കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ എഫിഷ്യൻസി കൂട്ടുന്ന സമയത്ത് നമ്മൾ പരിസ്ഥിതിയെ കൂടെ പരിഗണിച്ചേ പറ്റൂ. ഇപ്പോൾ മുല്ലപ്പെരിയാർ പോലെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ട് വളരെ ഫേമസ് ആയിട്ടൊരു പ്രശ്നമാണ്, കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അവിടെ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് പരിസ്ഥിതി പ്രശ്നമാണ്. സാധാരണ അണക്കെട്ട് ചെയ്യുന്ന സംഭവം റിസർവോയറിൽ വെള്ളം സ്റ്റോർ ചെയ്തിച്ച് അത് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേ അവസരത്തിൽ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഒഴുക്കുള്ള സ്ഥലം കണ്ടെത്തിയിട്ട് അവിടത്തേക്ക് ഈ
ഇത് ടെർബൈനും ജനറേറ്ററുമായിട്ട് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ സാധാരണയുള്ള നോർമലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഘടിപ്പിക്കാൻ പറ്റുന്നതല്ല. ഹൈലി നല്ല ഒഴുക്കുള്ള സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഹില്ലി ഏരിയാസിലും സ്ലോപ്പുള്ള സ്ഥലങ്ങളിലാണ് ഇത് മെയിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇത് നോർമലായിട്ട് ഒഴുകുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ വെലോസിറ്റിയെ സെൻസ് ചെയ്തിട്ട് ഈ ടർബൈൻ കറങ്ങുകയും അതിനനുസരിച്ച് ജനറേറ്റർ വർക്ക് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ റിസർവോയർ കെട്ടി നിർത്തുന്ന ഒരു ഭീഷണിയോ അല്ലെങ്കിൽ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നുള്ള ഒരു പ്രശ്നമോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കൂടുതൽ എഫിഷ്യൻ്റായി ഒരു ഉപകരണം കൂടുതൽ എഫിഷ്യൻ്റായിട്ട് പരിസ്ഥിതിക്ക് ഒരു പ്രശ്നമില്ലാണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തരി ഹീറ്റ് പോലും അത് ലോസ് ചെയ്യാൻ പാടില്ല. അതും കൂടെ നമ്മൾ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ഗ്രീൻ സ്റ്റീം എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ഉപകരണം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഗ്രീൻ സ്റ്റീം എഞ്ചിൻ ഇതിന് ഇങ്ങനെ ഒരു പേര് വരാൻ പ്രധാനമായിട്ട് 2 കാരണമാണുള്ളത്. റോബർട്ട് ഗ്രീൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം ഇത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഉപകരണമാണ്. ഇതിനെന്ന് വെച്ചാൽ നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ ഇപ്പോൾ മനുഷ്യന്മാരെക്കാളും കൂടുതൽ കാണാനുള്ളത് വാഹനങ്ങളാണ്. അപ്പോൾ വാഹനത്തിൻ്റെ സൈലൻസറൊക്കെ വഴി മിസ്സാവുന്ന എനർജി, ഡെസിപ്പേറ്റ് ചെയ്യുന്ന എനർജി എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ഇമേജ് ചെയ്യാൻ പോലും പറ്റുന്നതിനേക്കാൾ ഒരുപാടാണ്. അപ്പോൾ അങ്ങനെ ഡെസിപ്പേറ്റ് ചെയ്യുന്ന എനർജി പോലും നമ്മൾ യൂസ്ഫുൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിൻ്റെ ലക്ഷ്യം. എന്ന് വെച്ചാൽ സൈലൻസറിലേക്ക് ഒരു പമ്പ് വഴി വാട്ടർ പമ്പ് വയ്ക്കുക. ആ വാട്ടർ സൈലൻസർ ഹീറ്റ് ആവുന്ന സമയത്ത് വാട്ടർ എന്തായാലും ബോയിൽ ചെയ്യും. അങ്ങനെ വരുന്ന വാട്ടർ സ്റ്റീമായിട്ട് വന്നിട്ട് ഈ സ്റ്റീം എഞ്ചിനിലേക്ക് എത്തും. അപ്പോൾ ആ എഞ്ചിനിലുള്ളത് പിസ്റ്റൺ മൂവ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ റെസിപ്രോക്കറി മൂവ്മെൻറ്റ് വെച്ചിട്ട് ഈ ജനറേറ്റർ വർക്ക് ചെയ്യും, നമുക്ക് എനർജി ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. കൂടാതെ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. വാൽവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ബെനിഫിറ്റ് ആണ്. കൂടാതെ 24 hours ഉപയോഗിക്കാനും പറ്റും. ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് കരനെൽ കൃഷി കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നൊരു പ്രൊജക്റ്റാണ്. ഇന്നത്തെ കാർഷിക രംഗം സങ്കീർണവും ഗുരുതരവുമായ ധാരാളം പ്രശ്നങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് വർദ്ധിച്ചു വരുന്ന കർഷക ആത്മഹത്യ. ആഗോളവൽക്കരണത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും ഒക്കെ ഫലമായി ഇന്ന് വയലുകൾ നികത്തപ്പെടുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ ഗാർഹിക സ്വയം പരിരക്ഷ നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ കരനെൽ കൃഷി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ നമുക്കാവശ്യമായ നെല്ലുൽപാദനം പ്രതിവർഷത്തിൽ 40 ലക്ഷം ടണ്ണാണ്. എന്നാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാട്ടെ വെറും 6 ലക്ഷത്തിൽ താഴെയും. പരിപൂർണമായ ഗാർഹിക സ്വയം പരിരക്ഷ എന്നത് അപ്രാപ്യമല്ലെങ്കിലും നമുക്ക് പരമാവധി നേടാവുന്നത് ഹെക്ടറിന് 6 ലക്ഷം ടൺ എന്ന കണക്കിലാണ്. ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത് കരനെൽ കൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ്. ഇത് നെല്ലിട്ട ശേഷമുള്ള ജനറേറ്റിംഗ് സ്റ്റേജാണ്. അത് 10 ദിവസത്തിന് ശേഷം, 16 ദിവസത്തിന് ശേഷം, 20 മുതൽ 25 ദിവസം വരെ മൂപ്പുള്ളതാണ്. അത് 28 ദിവസത്തേതുമാണ്. അപ്പോൾ വെറും 4 മാസം കൊണ്ട് നമുക്ക് കൊയ്യാവുന്നതാണ് കരനെൽ കൃഷി. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഉൽപ്പാദനക്ഷമത ഇന്ത്യക്കും ലോകത്തിനുമൊപ്പം കേരളത്തിൻ്റെയും വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇവിടെ കേരളത്തിൽ ഉൽപ്പാദനം ദിനം പ്രതി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് കരനെൽ കൃഷിയെ ഉപയോഗിക്കാവുന്നതാണ്. തീർത്തും മാനസികോല്ലാസത്തിന് വേണ്ടി നാം പൂന്തോട്ട നിർമ്മാണം ചെയ്യുന്നത് പോലെ തന്നെ വളരെ ലളിതമായി തന്നെ നമുക്ക് കരനെൽ കൃഷി നമ്മുടെ തൊടിയിലും ചെയ്യാവുന്നതാണ്. കരനെൽ കൃഷിയുടെ പ്രവർത്തന ക്രമമാണ് പറയാൻ പോകുന്നത്. ഇപ്പം ആദ്യമായിട്ട് തുറസായ ഒരു നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം ഇതിന് തിരഞ്ഞെടുക്കേണ്ടതാണ്. മഴക്കാലത്ത് ചെയ്യുന്നതാണ് വളരെ അനുയോജ്യമെങ്കിലും വെള്ളം നനച്ചാൽ മതി എന്നത് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് വരും. ആദ്യമായിട്ട് മഴയ്ക്ക് മുൻപ് 20 ദിവസങ്ങൾക്ക് മുൻപ് നിലം ഒരു പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മൂടി വെക്കുക. ഇത് സൂക്ഷ്മജീവികളെയും കളവിത്തുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. അതിനുശേഷം നന്നായിട്ട് മണ്ണ് ഉഴുതു മറയ്ക്കുക, എന്നിട്ട് പൊടിരൂപമാക്കി മാറ്റുക. അടിവളങ്ങളായിട്ട് ചാണകം, വെണ്ണീര് ഇവയൊക്കെ ഇട്ടുകൊടുക്കാവുന്നതാണ്. അതിനുശേഷം വിത്തുകൾ സ്വർണ്ണപ്രഭ, ത്രിവേണി, ജയ, ചിറ്റേനി, വൈശാഖ് എന്നിവയൊക്കെയാണ് കരനെൽ കൃഷി ഉപയോഗിക്കുന്ന വിത്തിനങ്ങൾ. അത് 3 തരത്തിൽ നമുക്ക് ഇടാൻ വേണ്ടി പറ്റുന്നതാണ്, 3 രീതിയിൽ. ഒന്ന് സാധാ പോലെ വിതയ്ക്കാം, യന്ത്രം ഉപയോഗിക്കാം, പിന്നെ നുര എന്ന് പറഞ്ഞ പുതിയ രീതിയാണ് ഈ കരനെൽ കൃഷിയിൽ തുടക്കങ്ങളിലൊക്കെ കണ്ടുവരുന്നത്. നുര എന്ന് പറഞ്ഞാൽ 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ ആഴത്തിൽ കുഴിയെടുത്ത് 60 സെൻറ്റിമീറ്റർ അകലത്തിൽ ഈ ഓരോ കുഴിയിലും 6-7 വിത്തുകളൊക്കെ ഇടുക. ഇത്തരം വിത്തുകൾ ഇടുക.
അതിനുശേഷം വിവിധ ഘട്ടങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. 5 ദിവസം കൊണ്ട്, 10 ദിവസം കൊണ്ട്, 20, അങ്ങനെ 4 മാസം കൊണ്ട് നമുക്ക് കൊയ്തെടുക്കാൻ വേണ്ടി പറ്റും. കുറഞ്ഞത് വർഷത്തിൽ 2 പ്രാവശ്യം ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ കൂടുതൽ അതിൻ്റെ ഇടയ്ക്ക് ഇടവേള കൃഷികളും നമുക്ക് ചെയ്യാൻ വേണ്ടി, പയറ് അങ്ങനെ ഓരോന്നും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇത് വളരെ ആദായകരമാണ്. കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ തിരിച്ചറിയുന്നതിനും കരുന്നൽ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും കരുന്നൽ കൃഷിയുടെ വ്യാപനത്തിൽ പുതുതലമുറയുടെ പങ്ക് ഉറപ്പുവരുത്തുന്നതിനും നെല്ലുൽപാദനത്തിൽ ഗാർഹിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കർഷകരുടെ സാമൂഹ്യ പദവിയും ജീവിത നിലവാരവും ഉയർത്തുന്നതിനാവശ്യമായി നല്ലൊരു പങ്ക് കരുന്നൽ കൃഷി തീർച്ചയായും വഹിക്കുന്നുണ്ട്. ഏത് ഭക്ഷ്യോൽപ്പന്നത്തെക്കാളും വളരെ എവിടെയില്ലെങ്കിലും കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടത് നെല്ലാണ്. അതിന് ഇന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് തീർച്ചയായിട്ടും കരുന്നൽ കൃഷിയിലൂടെ മാത്രമായിരിക്കും.